എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു കുറിപ്പ് വന്നിരിക്കുന്നു. അന്വേഷണം നടക്കുന്നത് ഈ പറയുന്ന CMRലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ്, അല്ലെങ്കിൽ CMRൽ നിന്ന് ഫണ്ട് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതിൽ 1,72,00,000 രൂപ, അതായത് ഇതിൻ്റെ ബെനിഫിഷ്യറി മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ്, അതായത് പിണറായിയുടെ മകൾ കൂടിയാണ്. ഇവിടെ എവിടെയാണ് പിണറായി വിജയന് ബന്ധം വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അവർ ഒരു ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത് ശശിധരൻ കർത്തയോട് ചോദിച്ചിരുന്നു എന്തു സേവനങ്ങൾക്കാണ് ഈ പണം നൽകിയത്. അന്ന് ശശിധരൻ കർത്ത പറഞ്ഞത് ഒരു സേവനങ്ങൾക്കുമല്ല, ഒരു സേവനങ്ങളും എക്സോളജിക് സൊല്യൂഷൻസ് CMRൽ നൽകിയിട്ടില്ല, എന്നിട്ടും ഞങ്ങൾ കരാർ പ്രകാരമുള്ള തുക കൈമാറി, 1,72,00,000 രൂപ 5 വർഷത്തിനിടയിൽ കൈമാറി. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യമാണ്, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിതാവിനെ സ്വാധീനിക്കാനാണോ മകൾക്ക് പണം നൽകിയത്? അതിന് കൃത്യമായ മറുപടി ശശിധരൻ കർത്ത നൽകിയില്ല എന്നാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നത്. വിഷയം അതാണ്. അതായത് വീണ വിജയൻ എന്ന് പറയുന്ന മകൾക്ക് പണം നൽകുകയും പിതാവിനെ സ്വാധീനിച്ചുകൊണ്ട് കേരളത്തിലെ തീരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ഖനനം നടത്തുകയുമായിരുന്നു ലക്ഷ്യമെന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം സാധൂകരിക്കുന്ന പല തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ആലപ്പുഴയിൽ നിന്ന് നിർത്തിവച്ചിരുന്ന ഖനനം, ആലപ്പുഴയിലെ തീരപ്രദേശങ്ങളിൽ ഈ പൊഴി മുറിക്കാൻ എന്ന പേരിൽ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന പേരിൽ നടത്തിയ ഈ ഖനനങ്ങൾ തന്നെ ഒരു രാത്രി കൊണ്ടാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. അതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിൽ മുഖ്യമന്ത്രി ചെയർമാനായുള്ള ആ സമിതിയുടെ കീഴിൽ ഉത്തരവിടുന്നു. ഇതൊക്കെ തന്നെ അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കുന്നു. അപ്പോൾ 1,72,00,000 രൂപ വീണ വിജയന് നൽകിയിട്ടുണ്ടെങ്കിൽ വീണയുടെ സ്ഥാപനത്തിന് നൽകിയതല്ല, വീണ എന്ന വ്യക്തിക്ക് നൽകിയതാണ്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് നൽകിയതാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് ഈ നൽകിയ തുകയുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. അന്വേഷണ സംഘവും മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം 1.72 കോടി രൂപ മാത്രമല്ല, ശതകോടികൾ ഒഴുകിയിട്ടുണ്ട്. അതിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ED റെയ്ഡിൽ ഇന്ന് എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ചില സൂചനകൾ ലഭിക്കും. EDക്ക് സ്വാഭാവികമായും എത്ര കോടികൾ വീണയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്താൻ ഒരുപക്ഷെ റെയ്ഡ് ഉപകരിച്ചേക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഇതുവരെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ 10 വർഷമായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് നടത്താൻ ഒരു ഏജൻസിയും തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലും അഹങ്കാരത്തിലുമായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും മകളുമടക്കം. ഇത്രത്തോളം അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിയപ്പോഴും കോൺഗ്രസ് അടക്കം നടത്തിയ ആരോപണം എന്താണ്? എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യുന്നില്ല? പലതവണ ചോദ്യം ചെയ്തു, അതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ആ സമയത്ത് അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ഒരു അന്വേഷണ സംഘവും കടക്കാത്ത ഇരുമ്പ് കോട്ട എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് സെൻട്രൽ ഏജൻസി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏജൻസികൾ എത്തിയിരിക്കുന്നു. മണിക്കൂറുകളായി വലിയ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായി വിജയന് മൂത്രമൊഴിക്കാൻ പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഉള്ളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 10 വർഷക്കാലം ഭരണം നടത്തിയ, അഴിമതിയുടെ കൂത്തരങ്ങ് കേരളത്തിൽ നടപ്പാക്കിയ പിണറായി വിജയൻ്റെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ പറയാം. കേന്ദ്ര ഏജൻസികൾ കൃത്യമായി അക്കമിട്ട് കൃത്യമായി അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ ഇതാ മാസപ്പടി കേസിൽ മാത്രമല്ല, വീണ വിജയൻ്റെ 1,72,00,000 രൂപയിൽ മാത്രമല്ല, അങ്ങ് നേരത്തെ EDയുടെ കുറിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും അനധികൃതമായി വലിയ വൻതുകകൾ പാരിതോഷികം നൽകിയിട്ടുണ്ട്. ഈ പാരിതോഷികം നൽകിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ്. അതിൽ പ്രധാന പേര് അന്ന് വന്നത് PV പിണറായി വിജയൻ എന്നാണ്. ആ കേസടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തുക, അതായത് CMRL എന്ന സ്ഥാപനം നഷ്ടത്തിലായിട്ടും ആ നഷ്ടക്കണക്ക് കാണിച്ചിട്ടും കോടിക്കണക്കിന് രൂപ അവർ പലർക്കായി പല രീതികളിൽ സംഭാവന നൽകി. ഇതിന് പിന്നിൽ കള്ളപ്പണമുണ്ട്, വിദേശ കള്ളപ്പണമുണ്ട് എന്നാണ് EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒക്കെ സംശയിക്കുന്നത്. ഇത് ഈ 1,72,00,000 രൂപ ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഇതിന് പിന്നിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ശതകോടികളുടെ അഴിമതി ഉണ്ടായിരിക്കാം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ മകൾക്ക് നൽകിയ ടോക്കൺ ആയിരിക്കാം 1,72,00,000 രൂപ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്.